അലക്സ് സാറിൻ്റെ ഒരുപാട് പ്രായം കുറഞ്ഞ എൻ്റെ തലയിലേക്ക് ഒന്ന് നോക്കും. ഈ രവിനെ പോലെ ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടനാണ്, കറുത്തതൊന്നുപോലും ഇല്ല, മുഴുവൻ ഇങ്ങനെ അതെ കണ്ടോ അലക്സ് സാറിൻ്റെ അതെ എത്ര കറുത്തായിരിക്കുന്നത്. ഞാൻ പേര് പറയുന്നില്ല. വളരെ നല്ല മനുഷ്യനാണ്, ഒരു സംശയമില്ല. അത് ഇന്ത്യയിലെ വളരെ പ്രാചീനമായി ടാറ്റയോടും ബിർളയോടും ഒക്കെ ഇപ്പോൾ ഉള്ള ഒരു കമ്പനിയാണ് ഗോദ്രേജ്. ആ ഗോദ്രേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലാതെ റിലയൻസിനെ പോലെയോ അംബാനിയെ പോലെയോ മറ്റേ അദാനി പോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും പിന്തുണ കൊണ്ട് പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടികയും ഉയർന്ന് പൊങ്ങാവുന്ന പണ്ട് ലൈക്ക ബഹിരാകാശത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഒരു നായയായിരുന്നു. അപ്പോൾ ആ നായയെ വിട്ട് കഴിഞ്ഞപ്പോൾ അപ്പം നായയുടെ പേര് ലൈക്കാണ്. അപ്പോൾ അതിൻ്റെ കഥ വന്നപ്പം മലയാളികൾ പറഞ്ഞു പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക പോരാ. പക്ഷെ അതുപോലെയൊന്നും അല്ല, അലക്സാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല. വളരെ നല്ല മനുഷ്യനാണ്. 1.5 പതിറ്റാണ്ടിൻ്റെ പരിചയം അലക്സാറുമായിട്ടുണ്ട്. കോമൺ പരിപാടികളിൽ നമ്മൾ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഏറ്റവും അവസാനത്തെ പരിപാടി വരെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ ഏറ്റവും ശ്രമകരമായ ഒരു പണി ഏറ്റെടുത്തത് അലക്സാറാണ്. അത് മറ്റൊന്നുമല്ല, ട്രാൻസ്പോർട്ടേഷൻ. അവർ ലൈം ലൈറ്റ് വരുന്ന പ്രശ്നമേ ദിവസങ്ങൾക്ക് മുമ്പേ അവർ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഓരോ ഗസ്റ്റുകളും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരുണ്ട്, എയർപോർട്ടിൽ വരുന്നവരുണ്ട്, ബസ്സിന് വരുന്നവരുണ്ട്. ഇവരെല്ലാം സ്വീകരിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ടാണ് എത്തിക്കുന്നത്. എന്നാൽ ലൈം ലൈറ്റിൽ ഇവരിട്ട് വരികയില്ല. ആ പ്രവർത്തനം തുടർച്ചയായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ വളരെ ലൈം ലൈറ്റ് നിൽക്കുന്നവരായിരുന്നു. കാരണം സ്റ്റേജിൻ്റെ അതറിയാമല്ലോ, അത് വിട്ടിട്ട് ഞാൻ കളിക്കുന്നില്ലെന്നറിയാമല്ലോ. പക്ഷേ അലക്സാർ നല്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യമാണ്. ഇവിടെയുള്ള ആളുകളുമായി വളരെ ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് നമ്മളതാ ഇരിക്കുന്ന ബാബുക്കുട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറിയയിൽ ഇറങ്ങി നിന്നത് തന്നെയാണ്, ഒരാളാണ്. നമുക്ക് തന്നെ ഇവിടെ ഒരു ഷോർട്ട് ഫിലിം മനോരാജ് പങ്കാളിക്കലും ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ചേട്ടാ ഒരു തെലുങ്കിനെ ഇതിനകത്ത് അഭിനയിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. അന്നിപ്പോൾ സംഭവം കണ്ടിട്ട് നമ്മൾ കുറേ കാലം കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഇടപെടുന്ന ആളുകൾക്കനുസരിച്ച് നമ്മുടെ രൂപവും ആ സാദൃശ്യമൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അലക്സാർ തികച്ചും വ്യത്യസ്തമാണ്. അലക്സാർ തൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി വളരെ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെടും. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഇത് നമ്മുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം അതിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് അലക്സാർ. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ കൂടി എത്തുക. നമ്മളൊക്കെ ആ വിവരമൊക്കെ അറിയുന്നത് അതൊരു വിഷയം പരിഹരിച്ചതിന് ശേഷമായിരുന്നു. കേസുകൾ 4 എണ്ണമുണ്ട്. അതിനകത്ത് ക്രിമിനലുണ്ട്, സിവിലുണ്ട്. ഈ പരിപാടികളും ഒക്കെ ആയിട്ട് അലക്സാർ ഇങ്ങനെ പോകുന്നു. അതിനോടൊപ്പം ഞായറാഴ്ച രാവിലെ ഒരു പ്രശ്നമില്ലാതെ പള്ളിയിൽ ചെന്ന് നിന്ന് ഇങ്ങനെ പടിഞ്ഞോട്ട് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരോട് ഒരു പ്രശ്നവുമില്ലാതെ സംവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ 2 പ്രാവശ്യം ഞാൻ വെള്ളപ്പാൻ. ആ 2 പ്രാവശ്യം പോയത് അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ മലയാളം പഠിക്കണമെന്നുള്ള ശക്തമായ ധാരണയോടുകൂടി തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അദ്ദേഹം അവിടെ നമുക്ക് ചെയ്തു തന്നു. ആദ്യം നമ്മൾ ചെയ്തു തന്ന നല്ല ഒരു ടെമ്പോയിൽ അത് വന്ന സമയത്താണ് കോവിഡ് നമ്മളെ ബാധിച്ചത്. അതിനുശേഷം കോവിഡൊക്കെ പോയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തോടൊപ്പം ഈ നല്ല മനുഷ്യരോടൊപ്പം ഇങ്ങനൊരു സ്വകാര്യ നിമിഷം നമുക്ക് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവും
സാറിൻ്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും ഇതിൽ കൂടുതലുള്ള ആളുകളെയൊക്കെ പേരെടുത്ത് വിളിച്ച് അറിയാവുന്ന ആളാണ് മാഡം. അത്തരം ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ അലക്സ് സാറിനെ സംബന്ധിച്ച് ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതൊന്നേ ഒന്ന് മാത്രമേ ഞങ്ങൾ രാത്രി 9 മണി 9 മണി എന്ന സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് അല്ല ഏത് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അവിടെ ഉറങ്ങിയിരിക്കും. അപ്പൊ ഞങ്ങൾ തന്നെ പറയും സാറെ വെക്കൂ ആ കൃത്യമായ ചിട്ട അദ്ദേഹം പാലിച്ചു പോരുന്നു. അങ്ങനെ പാലിച്ചു പോരുന്ന ആള് തന്നെ ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ഈ പ്രദീപിനെ പോലെ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ 6 മണിക്ക് വന്നു. ഈ പ്രദീപ് വന്നത് എപ്പോഴാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സംഭവം. അതേസമയത്ത് അലക്സാണ്ടർ നിങ്ങൾ നോക്കി പഠിക്കേ. ഈ 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരായ നിങ്ങൾ രണ്ടുപേരും നോക്കി പഠിക്കേണ്ടത് അലക്സാണ്ടറിനെയാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഭാഗമായി ആകുന്ന ആ സമയത്താണ് ഞാൻ അലക്സാറുമായിട്ട് എൻ്റെ സൗഹൃദം തുടങ്ങുന്നത്. ഏത് രീതിയിലാണോ അദ്ദേഹവുമായിട്ട് എൻ്റെ സൗഹൃദം തുടങ്ങിയത് അത് ഓരോ പ്രാവശ്യവും നല്ല രീതിയിൽ നല്ല ദൃഢമായ ഒരു ബന്ധം ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. CTRM എന്നെ ഒരു ചുമതല ഏൽപ്പിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ലെഫ്റ്റും റൈറ്റും നിന്ന് സഹായിക്കാനായിട്ട് 2 പ്രിയപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. അതിൽ മലങ്കയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അലക്സ് സാറായിരുന്നു. അലക്സ് സാർ തുടക്കം മുതൽ അവസാനം വരെ എന്നോടൊപ്പം നിൽക്കുകയും മറ്റ് ആരുടെയും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും ആ കൃത്യസമയത്ത് ആ പ്രോഗ്രാമുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ല. നമുക്ക് സപ്പോർട്ട് ആ ഒരു തരത്തിൽ കിട്ടിയില്ല. പക്ഷെ എന്നാൽ അലക്സ് സാറ് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും മാറ്റിവെച്ചുകൊണ്ട് ആ പ്രോഗ്രാമിന് ആ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ തരികയും പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം നല്ല രീതിയിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ അതിന് ഓരോ നിമിഷവും ആ ബന്ധത്തിൻ്റെ ഊഷ്മളത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ നേരത്തെ എബ്രഹാം സാർ പറഞ്ഞത് വളരെ നല്ല ഒരു മനുഷ്യനാണ്. ഒരിക്കലും മുഖം കറുത്ത് ആരോടും സംസാരിക്കില്ല. എന്തെങ്കിലും തരത്തിൽ പുള്ളിക്ക് ആത്മരോഷം ഉണ്ടെങ്കിൽ അതൊരു പെട്ടെന്നൊന്ന് പറഞ്ഞു തീർത്തിട്ട് അതോടുകൂടി അങ്ങ് തീരും. നല്ല ഒന്നാം തരം സംഘാടകൻ, നല്ല അർപ്പണബോധത്തോടു കൂടി തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. എല്ലാ തരത്തിലും അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം മാക്സിമം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ എഫർട്ടുകളും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുറേ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ കുറേ ആ രീതികളും ഒക്കെ ഞാൻ എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നല്ലൊരു സംഘാടകൻ, അദ്ദേഹത്തിന് 70 വയസ്സാണെങ്കിലും 45 വയസ്സിൻ്റെ ഊഷ്മളതയോടുകൂടി കരുത്തോടുകൂടിയാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഇനിയും ഒരു 100 വർഷം അദ്ദേഹത്തിന് അതേ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഈ സന്തതി ആഘോഷിക്കുന്ന 70ാം വയസ്സ് പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഒരിക്കൽ കൂടി. 70ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന അലക്സ് സാറിനെ പറ്റി പറയാൻ ഞാൻ 96 മുതലാണ് ഈ വ്യക്തിയായിട്ട് ഞാൻ അടുത്തിടപെടാൻ ഞങ്ങൾ പള്ളി വഴിയാണ് ഞങ്ങൾ ഇടപെടാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇത്രയും നാൾ എന്നെ ഓരോ പൊസിഷനിലേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അലക്സ് സാറാണ്. പള്ളി മുഖാന്തരമാണ് ഞാൻ പുറംലോകം അറിഞ്ഞതും. കാരണം എനിക്ക് വരെ ഇവിടെ മലയാളീസുമായിട്ട് വളരെ കുറച്ച് ബന്ധമേ ഉള്ളായിരുന്നു. ആ ബന്ധമെല്ലാം കൂടുതൽ ഈ ഇത്രയും വലിയ സമൂഹത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി അതിന് പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അലക്സ് സാറാണ്. ഇന്ന് എനിക്ക് നല്ലൊരു പൊസിഷനിൽ പള്ളിയിൽ തന്നെയും ഞങ്ങളുടെ സമുദായത്തിൽ തന്നെയും ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചൊരു വ്യക്തിയും അദ്ദേഹം. അതുകൂടാതെ കാരണം പിന്നെ ഒരു ചെറിയൊരു
ഷോർട്ട് ഫിലിം സൈഡിലേക്ക് അതിൽ കൊണ്ടുവരാനും എന്നെ മുന്നോട്ട് കൊണ്ടുവരാനും സഹായിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്, സമയം പറഞ്ഞാൽ 7 മണി എന്ന് പറഞ്ഞാൽ 6:50 നമ്മൾ തരായിരുന്നോളാം. 7 മണിക്ക് പുള്ളി അവിടെ ഉണ്ടാവും. ടൈം അത്രയും ടൈം കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തി ഞാൻ ജീവിതത്തിൽ ആരെയും കണ്ടിട്ടില്ല. റിജുസാറിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഏത് സമയം പറഞ്ഞാലും ആ സമയം 10 മിനിറ്റ് മുന്നേ പുള്ളി വന്ന് അത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എൻ്റെ മോൻ്റെ കല്യാണ സമയത്താണ്. എന്നേക്കായി വെപ്രാളം പുള്ളിക്കാർ. അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ഒരു രഘു, ആ ഇത്രയും ദൈവാനുഗ്രഹിച്ച് ഇത്രയും ദിവസമായി ഇത്രയും കാര്യങ്ങൾ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന് വേണ്ടിയും നടത്തിച്ചതിന് വേണ്ടിയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കുറഞ്ഞതൊരു 100, 1001 അല്ല അദ്ദേഹം ഇത്രയും സന്തോഷവാനായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശാഖപട്ടണത്ത് കേരള കലാസമിതിയുടെ മെമ്പറായിരുന്നു. ഇവിടെ വന്നിട്ട് വേറൊരു മെമ്പർഷിപ്പ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അച്ചായനോട് ഞാൻ പണ്ട് തൊട്ടേ പ്രദീപ് സാറും ആ തണലുമായിട്ട് വലിയ ബന്ധമായിരുന്നു. മെമ്പർഷിപ്പ് എടുത്തില്ല. എന്നോട് അച്ചായൻ പറഞ്ഞു, അങ്ങനെയല്ല സൈമണെ, ഹൈദരാബാദ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരോടും മിങ്കിളായി പോകണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വേണം. ആ ഗ്രൂപ്പിന് തണലിലെ മെമ്പർഷിപ്പ് എടുത്തു തരാനും രാമാനന്ദപുർ കൈരളി മെമ്പർഷിപ്പ് എടുത്തു തരാനും എല്ലാ അസോസിയേഷനിലും മെമ്പർഷിപ്പ് എടുത്തു തരാനും എന്നോട് ഒത്തിരി സഹകരിച്ചതാണ് അച്ഛൻ. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം, ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടി വരും. അതിന് ഞാൻ അച്ഛനെ വളരെ സന്തോഷകരം എനിക്കെന്ന്. ഇനി എത്ര വർഷം ഞാൻ മഹാബലിയാണ്, എത്ര വർഷം വരെ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഇരിക്കും. ഒരു 150 വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഷ്ടം തോന്നും. അത് വേണ്ട, ഇനി ഒരു 15 വർഷം കൂടെ സന്തോഷകരമായിട്ട് ഇതേപോലെ ഈ സ്മാർട്ട്നെസ്സോട് കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. കൈരളി മലയാളികളുമായിട്ട് കൂട്ടണമെന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ കൈരളി സമാജത്തിൽ എന്നാണ് കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ രാമാനന്തപുരത്തിൽ 1999 ജോയിൻ ആവുന്നത്. അന്ന് മുതൽക്ക് ഞാൻ അലക്സ് സാറിൻ്റെ ബേസിക്കലി ഒരു ഫാനാണ്. അന്ന് മുതലേ സാറ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രചോദനം വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് എന്താ പറയുക, എൻ്റെ വൈഫ് രമ അവളും പറയാറുണ്ട് വളരെ സാറിൻ്റെ പ്രവർത്തനം ഉഗ്രനാണ്. ഏത് എന്താ പറയുക, എന്തെങ്കിലും ചെറിയ വീടുകളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാർ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും എന്താ പറയുക കൈരളി സമാജത്തിൽ രാമാനന്തപുരത്തെ പരിധി വിട്ടിട്ട് അങ്ങേപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവളും സാർ അവിടെ ഉണ്ടാവും. അതായത് പൊതുജീവിതത്തിൽ എല്ലാവരെയും കഴിയുന്നത്ര സഹായിക്കണം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് അലക്സ്. അദ്ദേഹത്തിൻ്റെ ഈ 70ാം പിറന്നാൾ ശുഭാവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാ എന്താ പറയുക മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വിഷ് യു എ ഹാപ്പി ഹെൽത്ത് ആൻഡ് the days to come you have to still perform further. ഇനിയും കൂടുതൽ സാറിനെ സഹായിക്കാൻ എന്നാണ് താങ്കൾ നമ്മുടെ കൂടെയുള്ള ജനങ്ങളെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചാൾ ഗൾഫിലായിരുന്നു. പള്ളിയിലൊന്നും അത്ര ആക്റ്റീവിലായിരുന്നു. ഒരു 10-25 വർഷം മുതലാണ് പുള്ളിക്കാരനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരനായി കൂടെ മെമ്പർഷിപ്പ് മേടിച്ചത് രാമപുരത്തിൽ ഇതിനകത്ത് നിന്ന് മെമ്പർഷിപ്പ് മേടിച്ചത് പുള്ളിക്കാരനാണ്. പിന്നെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. എല്ലാത്തിനും ഇടപെടുന്ന എൻ്റെ മോടെ കല്യാണത്തിനും എല്ലാം പുള്ളിക്കാരനാണ് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു 100 വർഷം വരെ ജീവിച്ചിരിക്കട്ടെ എന്നുള്ള ഇതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പുതുതാണ്, ഞാൻ കേരള മെമ്പറല്ല എങ്കിൽ തന്നെ ഞാൻ 82-ൽ ഹൈദരാബാദിൽ വന്നു. അതിനുശേഷം നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള ഇതോടുകൂടി 82 വന്നതിന് ശേഷം പിന്നെ അങ്കിളുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ 30 years എബോ എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ബ്രദറില സർവീസ് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഒത്തിരി റിലേഷനുണ്ട്. ഞാൻ ഫാമിലിയായിട്ട് ഒത്തിരി ക്ലോസാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഉപാസന എന്നൊരു ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. DRDL ഏരിയയിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ.
അങ്ങനെ കുറേ സോഷ്യൽ സർവീസൊക്കെ ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയ ചുരുക്ക് കൊണ്ടും എല്ലാം കൊണ്ടും അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അലക്സ് സാറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, ഏതൊരു പ്രോബ്ലം വന്നാലും ഒരു സ്മൈലിംഗ് ഫേസ് അല്ലെങ്കിൽ ഒരു പേഷ്യൻസ്, പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു കഴിവ് ഇവിടെ തമ്മിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പം ആത്മീയമായിട്ടായാലും ഏതൊരു മനുഷ്യന് എപ്പോഴൊരാപത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആദ്യം എത്തുന്ന പുള്ളിയാണ് അവിടെ. മരണമായിട്ട് രോഗമായിട്ടുണ്ട്, എന്താവശ്യം. ഇപ്പം നമ്മൾ ഈ ഇത്രയും സവാലുകൾ ഇരിക്കുന്നതിനകത്ത് എപ്പോൾ ഒരാവശ്യം ഉണ്ടെങ്കിലും പുള്ളി നേരിട്ട് ആദ്യം എത്തിക്കും. അങ്ങനെയുള്ള ആ ഒരു ഡെഡിക്കേഷൻ, നമ്മുടെ പ്രവാസി മലയാളികൾക്ക് ഒരു ഡെഡിക്കേഷൻ ചെയ്യാന്നുള്ള സന്മനസ് എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും അതില്ല. കാരണം എല്ലാവരും ഒരു സെൽഫിഷാണ്. നമുക്ക് എല്ലാവരും നമ്മുടെ ഒരു സ്വാർത്ഥതയുണ്ട്. പക്ഷെ അത് കവിഞ്ഞ് പുള്ളി മുൻപോട്ട് വന്ന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നല്ല കാര്യമാണ്. ഈ 70-ാം വയസ്സിൽ ഇത്രയൊക്കെ സഹകരിക്കുന്ന വീണ്ടും മുമ്പോട്ട് ജഗദീശന് നല്ല ആയുസാരോഗ്യം കൊടുക്കുമെന്ന് ప్రార్థిస్తున్నాను. మోహన్ ఇక మాకు చర్చి నుంచి మాకు అలెక్స్ సార్ నాకు పరిచయం ఇప్పటి వరకు కూడా ఇక మాది పరిచయం కూడా నాకు తెలిసి 24-25 ఏళ్ళ నుంచి ఉండొచ్చు, నాకు తెలియదు కరెక్ట్గా. కానీ ఆ వ్యక్తి మాత్రం ఎట్లాంటి వ్యక్తి అంటే చాలా మంచి వ్యక్తి. ఎప్పుడు మనకి ఏది ఉన్నా, ఏది ఎట్లా ఉన్నా, ఏమన్నా ఉండని, ఏదన్నా కానీ ఫస్ట్ ఫోన్ చేస్తే ఆయన ఫోన్ చేస్తే నేను రెస్పాన్స్ ఇస్తాను, నేను ఫోన్ చేస్తే ఆయన రెస్పాన్స్ ఇస్తాడు. ఏది ఉన్నా మాకు ఆ చర్చికి సంబంధించనే కాదు, చర్చి కాకుండా కానీ మామూలుగా కూడా మాకు మొత్తం గైడెన్స్ ఇచ్చిండు. మన కేరళలో మనకు మొత్తము వరదలు వచ్చినాయి కదా, సైక్లోన్ వచ్చింది కదా, అప్పుడు చాలా ఇదైపోతే కూడా మన కేరళ నుంచి మన వాళ్ళకి అక్కడ పంపించడానికి నా టెంట్ హౌస్ సామాను వేయించినాము, చేసినాము. మేము కూడా చాలా కష్టపడ్డాం. అంటే డబ్బు గురించి అని కాదు, ఆయన డబ్బు గురించి అని కాదు, ఎంతోమంది మన తెలంగాణ కానీ ఆంధ్రప్రదేశ్ కానీ ఎంతోమంది హెల్ప్ చేసింది. కానీ నిలబడి చేసి సేవ చేసిన ఆయన మనిషిని అయితే మనం మర్చిపోవద్దు, అదొక్కటి. కానీ చాలా మంచి వ్యక్తి అండి, మనకి ఆపదున్నా వచ్చేస్తాడు. ఇంకోటి ఏంటంటే నన్ను ఒక ఫ్యామిలీ మెంబర్ లాగా వాళ్ళు ట్రీట్ చేస్తారు. నేను వాళ్ళ ఇంటికి వెళ్తాను, మేడము వాళ్ళ మన్మరాలతో కూడా మేము చర్చిలో ఆడుకుంటాము, చేస్తాము. చాలా మంచిగా అనిపిస్తుంది. ఆ మనిషి గురించి అసలు ఇంకా చెప్పాలంటే అసలు ఇక నాకు మాటలు వస్తలేవు. కానీ ఇట్లాంటి మనిషి లేదా ఇంకా 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 10 మందికి హెల్ప్ చేస్తాడు. ఇంకా ఇప్పుడు 70 కాదు, ఆయన 100 సంవత్సరాలు కూడా పూర్తి చేయాలి. ఆరోగ్యంతో మంచిగా ఉండాలి. బస్ అంతే సార్, కావాల్సింది అంతే. അലക്സാണ്ടർ സമാധാനപ്രിയ, വളരെ സമാധാനം. നമ്മൾ ഹൈദരാബാദിൽ നമ്മൾ മലയാളികൾ 3 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ എത്ര പേരായാലും അതിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ചുരുങ്ങിയ ചില ആളുകളിൽ 10, 100, 200 ആൾക്കാർ അതിന് മുമ്പിൽ നിൽക്കുന്നു. അതിൽ ഒരു പ്രധാനിയാണ് അലക്സാണ്ടർ. ഏത് സമയത്തും ഇപ്പോൾ ഈ ഇരുന്നവരൊക്കെ പറഞ്ഞ്, നമ്മൾ ഈ സംസാരിച്ചവരൊക്കെ പറഞ്ഞു, ഏത് സമയത്തും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സമയത്ത് ആളുകൾക്ക് എത്തുകയും എന്ത് സഹായം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ മുമ്പിൽ വരുന്ന വ്യക്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോടി രാമാനന്ദപുരം അസോസിയേഷൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരില്ല ജനറൽ സെക്രട്ടറി. അത് ഭയങ്കര ഒരു സംഭവമാണ്, കഴിവാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുവാൻ സംഭവിച്ചാൽ ഒരു അസോസിയേഷനിൽ എനിക്ക് തോന്നുന്നു 10, 100, 200, 300, 500 അവരെയൊക്കെ ഒരേ മനസ്സിലൂടെ അവരെ ആരെയും വേർതിരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ അത്രയും വർഷങ്ങൾ ആ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇരിക്കാൻ കഴിയുന്നുള്ളൂ. അതിന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗ്രേറ്റ്നസ് ആണ്. പിന്നെ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ കൈരളി സമാജത്തിന് വേണ്ടി അദ്ദേഹം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന് പിടിച്ച് പുറത്താക്കിയിട്ട് കയറി വന്ന കൈരളി സമാജം. ആ കൈരളി സമാജത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മുടെ അലക്സയുടെ സെക്രട്ടറി ആവുകയും അതിനുശേഷമുള്ള പ്രവർത്തനത്തിലൂടെ വളരെ ഗംഭീരമായിട്ട് ഈ മലയാളികളുടെ ഒരു സ്ഥാപനമാക്കിയിട്ട് കൈരളിയിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പ്രവർത്തിച്ചതിൽ അലക്സാണ്ടറിനെ നമ്മളെല്ലാവരും ഹൈദരാബാദിലെ മലയാളികൾ അഭിനന്ദിച്ചാൽ മാത്രമേ അതൊരു പൂർത്തിയാവും. അത്രയും അദ്ദേഹം കൈരളി വേണ്ടി പ്രവർത്തിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അദ്ദേഹം ഏത് പ്രസ്ഥാനം വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിനു വേണ്ടിയിട്ട് 100% അദ്ദേഹം അതിന് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി. അവിടെ ഒരു മാറ്റമുള്ള, ഞാൻ പ്രവർത്തിക്കുന്ന തണലിലായാലും അദ്ദേഹം മെമ്പറാണ്, അതിലും അദ്ദേഹം വളരെ 100% സിൻസിയറായിട്ട് ഏത് കാര്യത്തിൽ വിളിച്ചാലും നമ്മളെല്ലാവരും, ഞാൻ കൂടുതൽ നേരിടുന്നില്ല. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു പോസ്റ്റ് ചെയ്തത് ഏതൊരു അസോസിയേഷൻ നമ്മുടെ
CTRMയുടെ മാടപ്രാവ്, നമ്മുടെ TMFന്റെ മുജ്ഞാതാവ്, രാമാനപൂരിൻ്റെ അഭിമാനം, രാമാനപൂരിൻ്റെ മലയാളിയുടെ അഭിമാനം, അതുപോലെ അത്രയും ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിയുള്ള ഒരു വ്യക്തിത്വം അലക്സ് എത്ര അഭിനന്ദിച്ചാലും അത് ഒരു കുറവ് അദ്ദേഹത്തിന് മുമ്പ് എഴുതിക്കൊണ്ട് പറയുന്നതല്ല, അത് സ്വാഭാവികം എല്ലാവരും കിട്ടുന്ന കഴിവല്ല, ചില വ്യക്തികൾക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മന കിട്ടുന്ന സംഭവമാണ്. അദ്ദേഹം ഉണ്ട് ആ സാധനം നമ്മൾ എല്ലാവരും ഒന്നിച്ച് പറയുന്നത്രയും അതിന് കാര്യമായിട്ട്. ഓക്കെ, ഇനിയും ജീവിക്കുന്ന എത്ര കാലമാണ് ജീവിക്കുന്നത് അത്രയും കാലം മലയാളികൾക്ക് മാത്രമല്ല മനുഷ്യൻ സേവ ചെയ്യാനുള്ള ആരും ഉണ്ടാവട്ടെ. 91-ലാണ്. 96 മുതൽ രാമന്തപൂർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ, അതായത് അവരുടെ കൂടെ നിന്ന് അലക്സാറുടെ കൂടെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഇന്ന് അസോസിയേഷൻ ജോയിൻ ചെയ്തോ അന്ന് മുതൽ യുനാനിമസ്ലി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അലക്സാർ. കാരണം സത്യം പറയാം, സത്യസന്ധമായ കാരണം പറയാം, പ്രവർത്തന പരിചയം. രണ്ടാമത് പ്രവർത്തന പരിചയത്തിന് ഉപരിയായി സമയാസമയം എങ്ങനെ പ്രവർത്തിക്കണം, ആരെ കാണണം, എങ്ങനെ കാണണം, ആരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരുപാട് ക്വാളിറ്റികൾ അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിൽ പങ്കുവഹിച്ച രാമന്തപൂർ കേരള ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ്റെ സെക്രട്ടറിയായി, അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ചൈനയിലെ പ്രസിഡന്റിനെ പോലെ സ്ഥിരമായ ഒരു സെക്രട്ടറിയാണ് ഞങ്ങളുടെ. കാരണം ഒരാൾ മുന്നോട്ട് വരാറില്ല. കാരണം ഒരു ലെറ്റർ അയക്കാനോ, ഒരു മരിച്ച വീട്ടിൽ പോകാനോ, ഒരു റീത്ത് വയ്ക്കാനോ, കാരണം ഞാൻ കുറേ സഹായിച്ചിട്ടുണ്ട് റീത്ത് വയ്ക്കാനൊക്കെ, എല്ലാ കാര്യത്തിനും അലക്സാറിൻ്റെ പോസ്റ്റാണ് നമ്മൾ സഹായിക്കാറുള്ളത്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ഇന്ന് മറ്റ് സംഘടനകളുണ്ടെങ്കിലും ഏതെങ്കിലും സംഘടന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം കാരണഭൂതനായ ഒരു വ്യക്തി ശ്രീമാൻ അലക്സാണ്. മാത്രമാണ് ഞങ്ങൾ തമ്മിൽ മറ്റ് പല രീതിയിലുള്ള ബിസിനസ് പരമായ കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയുകൊണ്ട് അത് മാറിയിരിക്കുന്നു മാത്രം. ഇത്രയും പൊതുസമൂഹത്തിലും അതുപോലെ രാമന്തപൂർ, ഉപ്പൽ, അപ്സൂഡ നിവാസികൾക്കും സുപരിചിതനായ വ്യക്തിയാണ് അലക്സാർ. അദ്ദേഹത്തിൻ്റെ ഈ 70ാം പിറന്നാൾ ആഘോഷത്തിൽ എന്നെ വിളിച്ചതിനും ഇവിടെ ഇരിക്കാനും ഇവിടെ നിങ്ങളോട് 4 വാക്ക് സംസാരിക്കാനും സഹായിച്ചതിൽ ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രദീപ് എന്നെ ഇതിൽ നോമിനേറ്റ് ചെയ്ത പ്രദീപിനോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെയേറെ എന്നെപ്പറ്റി എല്ലാവരും നല്ല രീതിയിൽ പുകഴ്ത്തി പറഞ്ഞു. ഒരുപക്ഷെ എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, എന്നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന, കാരണം പല കാര്യങ്ങൾക്ക് ഞാൻ പാതിരാത്രിക്ക് വിളിച്ചാലും 2 മണിക്ക് വിളിച്ചാലും ഈ കണ്ണായനായാലും രഘു ആയാലും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരും. ഒരിക്കൽ എന്നെ ഒറ്റയ്ക്കൊരു പോസ്റ്റ്മോർട്ടം കെട്ടത്തിൽ ഇപ്പം ഓർമ്മ വരുവാണ്. 3 മണിക്ക് ഇദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു. അവിടെ ഞാൻ ചെന്ന് പറയേണ്ട പോലീസുകാരുണ്ട്, അവരെന്നോട് പറഞ്ഞു ആ ഉള്ളിൽ പോയിട്ട് ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഗാന്ധി ഹോസ്പിറ്റലിൽ വെച്ച് അടുത്ത്. ഞാൻ ഒരുപാട് പേടിച്ചു, എങ്കിലും ഞാൻ പോയി ഫോട്ടോ എടുത്തുകൊണ്ട് നീ പോലീസിന് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഏതൊരു കാര്യത്തിനും എന്നോടൊപ്പം നിങ്ങൾ സഹകരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളിനെ കൊണ്ട് തന്നെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ സഹകരണം, നമ്മൾ കൂട്ടായ പ്രവർത്തനം, പിന്നെ ചിലർ എതിര് പറയും, ചിലർ സഹകരിച്ച് പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ ആ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മലയാളികളെ തന്നെയല്ല, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കണമെന്ന് നമ്മളുണ്ട്. അതിനുവേണ്ടി തന്നെ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ടണലിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് കിറ്റ് വേണം, ഞങ്ങളുടെ രാമന്തപൂർ വേണം, എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 10-40 കിറ്റ് കൊണ്ടുതന്നു. അത് ഞാൻ അടുത്തുള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, കഴിയുന്ന മലയാളികൾക്ക് കൂടുതൽ കൊടുക്കാൻ നോക്കിയെങ്കിലും മറ്റുള്ളവർക്കും കൊടുത്ത സഹായം. അതുപോലെ ഫ്ലഡിൻ്റെ സമയത്ത്, വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഞങ്ങൾ 2 പേരും വളരെയേറെ ഒരുപാട് കളക്ഷൻ എടുത്ത് പല ആൾക്കാരെയും കേരളത്തിലുള്ളവരെ സഹായിക്കാം. ഞാൻ നേരിട്ട് കേരളത്തിൽ പോയി, എൻ്റെ കൂടെ ആരും വന്നിരുന്നു, MS നായർ വന്നിരുന്നു. കേരളത്തിൽ ചെന്ന് പാണ്ടനാട്ടിൽ ചെന്ന് ഓരോ വീടുകളും കയറി അർഹതപ്പെട്ടവർക്ക് വീട്ടിൽ ചെന്ന് കിടന്നിട്ട് അവർക്ക് അർഹത ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ 5,000 കൊടുക്കേണ്ട 5,000 കൊടുത്ത്, 10,000 കൊടുത്ത്, 10,000 കൊടുത്തു, 20,000 കൊടുക്കേണ്ട 20,000 കൊടുത്തു. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ലാപ്ടോപ്പിൻ്റെ ആവശ്യമുണ്ട്,
ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പ് തരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് എൻ്റെ അങ്കിളിന് പറഞ്ഞു ചെങ്ങന്നൂർ പാണ്ടനാട്ട് വെള്ളം കയറി വീട്ടിൽ നിർദ്ധനായ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കണം. അദ്ദേഹം ഉടനെ സന്തോഷമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ചുകൊണ്ട് ഒരു ബുധനൂർ കൊണ്ടുപോയി. ഒരു കാര്യം ആ കുട്ടി ഒരുപാട് സഹായിച്ചു. അന്ന് കേരളത്തിലെ ബന്ധം ഞങ്ങൾ രാവിലെ ഇത് കൊടുക്കാൻ വേണ്ടി ഒരു ബോർഡും വെച്ചുകൊണ്ട് ഇറങ്ങി. കാറിൽ ഒരു ചെറിയൊരു ബോർഡ് വെച്ചുകൊണ്ട് പോകണം. ഭക്ഷണമില്ല, ചായയില്ല, ഒന്നുമില്ല. ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു അമ്മയില്ല, അമ്മ മരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമായിരുന്നില്ല. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ അടുത്ത് കള്ള് ഷാപ്പുണ്ട്, കള്ള് ഷാപ്പിൽ എൻ്റെ അച്ഛൻ അവിടുത്തെ പാചകക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കള്ള് ഷാപ്പ് അടച്ചിട്ടിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം തരും, നിങ്ങൾ പുറയിലൊരു വാതിലുണ്ട്, അതുവഴി ഞാൻ അച്ഛനെ വിളിച്ച് പറയാം, നിങ്ങൾ അതുവഴി ചെന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്ന്. അപ്പോൾ ദൈവത്തെ പോലെ ആ കുട്ടി അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു എന്ന് വേണം പറയേണ്ടത്. നമ്മൾ പൈസ കൊടുത്തെങ്കിലും ആ ഭക്ഷണം കിട്ടാനുള്ളൊരു മാർഗം ഉണ്ടാക്കി ആ കുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടിക്ക് ലാപ്ടോപ്പ് തന്നെ കൊടുക്കണം. ഇന്ന് വരെ ആ രഹസ്യം ഞാൻ ആരും പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ സഹായിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവുകൊണ്ടല്ല. അന്ന് രാമന്തപൂരിൽ തന്നെ 2 ലക്ഷം രൂപ എല്ലാവരും കൂടെ ചേർന്ന് കളക്ട് ചെയ്തു. ആ 2 ലക്ഷം രൂപ ക്യാഷായിട്ട് എൻ്റെ ഈ തന്നുവിടാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടായി. ഇവൻ മോട്ടിക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഞാനത് 20 കവറാക്കി 20,000 വെച്ച് കവറാക്കിക്കൊണ്ടാണ് പോയത്. 10 കവറാക്കിക്കൊണ്ട്. പക്ഷേ നാട്ടിൽ ചെന്ന് ഞാനത് 20 കവറാക്കി. കാരണം അവിടുത്തെ പാണ്ടനാട്ട് പോയി കണ്ടപ്പോഴാണ് അവിടുത്തെ മനസ്സിലാക്കുന്നത്, അവരുടെ സ്ഥിതി മനസ്സിലാക്കുന്നത്. അവർക്ക് തുണി കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, അരിയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെറും വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കവർ മാറ്റിയിട്ട് 5,000 കൊടുക്കുന്നുണ്ട്, 5,000 കൊടുത്തു, 10,000 കൊടുക്കുന്നു, 10,000 കൊടുക്കും, 20,000 കൊടുക്കുന്നു, 20,000 കൊടുത്തു. അങ്ങനെ സഹായിക്കാനൊക്കെ അതുപോലെ നിങ്ങളുടെ ഈ സഹകരണത്തിനും സ്നേഹത്തിനും ഇത് ആരോഗ്യം ഉണ്ടാകണമെന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ആയുസ് വേണ്ട, ആരോഗ്യം നടക്കുന്നിടത്തോളം കാലം ആരോഗ്യം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കണം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം.